വിജയകരമായി 15 വർഷങ്ങൾ പിന്നിട്ട മാസ്റ്റർ മൈൻഡ് എഡ്യൂക്കേഷൻ ഇനി ആക്സോണസ് ലേണിംഗ് എന്ന പേരിൽ അറിയപ്പെടും. വെൽക്കം ടു ആക്സോണസ് ലേണിംഗ്. ആക്സോണസ് ലേണിംഗിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്, കഴിഞ്ഞ വീഡിയോകളായിട്ട് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് 2024 ഒക്ടോബറിൽ നടന്ന പരീക്ഷയിലെ ചോദ്യപേപ്പറാണ് അല്ലേ. ഒക്ടോബറിൽ നടന്ന 2024 ഒക്ടോബറിൽ നടന്നിട്ടുള്ള പരീക്ഷയുടെ ചോദ്യപേപ്പറാണ്. സബ്ജക്റ്റ് കോഡ് 336 ഡാറ്റ എൻട്രി ഓപ്പറേഷൻസ്. ക്വസ്റ്റ്യൻ നമ്പർ കോഡ് 68/ESS/1 സെറ്റ് എ. സെക്ഷൻ ബി ആണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. സെക്ഷൻ ബിയിൽ ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് 18ാമത്തെ ചോദ്യമാണ്. 18ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് എന്താണ്? വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ കമ്പൈലർ ആൻഡ് ആൻ അസംബ്ലർ? അസംബ്ലറും അതുപോലെ തന്നെ കമ്പൈലറും തമ്മിലുള്ള വ്യത്യാസം. ഇത് ചാപ്റ്റർ വരുന്നത് 1ാമത്തെ ചാപ്റ്ററിലാണ്. ഓക്കെ, കമ്പൈലറും അസംബ്ലറും തമ്മിലുള്ള വ്യത്യാസമാണ് 1ാമത്തെ ചോദ്യം. ഇനി അടുത്ത് ഓർ ക്വസ്റ്റ്യൻ ആണ്. ഓർ ക്വസ്റ്റ്യൻ വരുന്നത് എന്താണ്? വാട്ട് ഈസ് ഹൈ ലെവൽ ലാംഗ്വേജ്? എന്താണ് ഹൈ ലെവൽ ലാംഗ്വേജ്? ഗിവ് അറ്റ്ലീസ്റ്റ് 2 എക്സാമ്പിൾസ്. 2 എക്സാമ്പിൾസ് എഴുതാനും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്താണ്, 18ാമത്തെ ചോദ്യത്തിൽ 2 ചോദ്യങ്ങൾ വരുന്നുണ്ട്. 1ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് കമ്പൈലറും അസംബ്ലറും തമ്മിലുള്ള വ്യത്യാസം എഴുതാനാണ് പറഞ്ഞുള്ളത്. അതുപോലെ തന്നെ 2ാമത്തെ ചോദ്യം അല്ലെങ്കിൽ ഓർ ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത് എന്താണ്? വാട്ട് ഈസ് ഹൈ ലെവൽ ലാംഗ്വേജ്? ഹൈ ലെവൽ ലാംഗ്വേജ് എന്താണെന്നുള്ളതും അതുപോലെ തന്നെ 2 എക്സാമ്പിൾസുമാണ് നമ്മളോട് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അതിൻ്റെ ആൻസറിലേക്ക് നോക്കാം. നമ്മൾ നിങ്ങളെ എക്സാമിന് എഴുതുമ്പോൾ എന്താണ്, ഏതെങ്കിലും നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അറിയുന്നത് നിങ്ങൾ എഴുതുക. ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി, 2 എഴുതാൻ നിൽക്കരുത്. പക്ഷെ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ ഓർ ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്ത് പോകും. നിങ്ങൾക്ക് ഏറ്റവും എളുപ്പമുള്ള ഏതാണോ അത് നിങ്ങൾ എക്സാമിന് എഴുതുക എന്നുള്ളതാണ്. ഓക്കെ, നിങ്ങൾ പഠിക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾ പഠിക്കണം എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യത്തെ കേസ് വരിക ഡിഫറൻസ് ബിറ്റ്വീൻ കമ്പൈലർ ആൻഡ് അസംബ്ലർ എന്നുള്ളതാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. ആദ്യത്തെ ആൻസർ ആണ് അല്ലേ. അപ്പോൾ കമ്പൈലറിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്കറിയാം, ലാംഗ്വേജസ് വരുന്നത്, കമ്പ്യൂട്ടർ ലാംഗ്വേജസ് വരുന്നത് 2 രീതിയിലാണ് വരുന്നത്. ഏതാണ്? ഹൈ ലെവൽ ലാംഗ്വേജ് വരുന്നുണ്ട്, അതുപോലെ തന്നെ എന്താണ്, ലോ ലെവൽ ലാംഗ്വേജ് വരുന്നുണ്ട്. ഏതൊക്കെ ലാംഗ്വേജ് വരുന്നത്? ഹൈ ലെവൽ ലാംഗ്വേജ് വരുന്നുണ്ട്, അതുപോലെ തന്നെ ലോ ലെവൽ ലാംഗ്വേജും വരുന്നുണ്ട്. ലോ ലെവൽ ലാംഗ്വേജസിൽ 2 എണ്ണം വരുന്നുണ്ട്. ഒന്നാണ് എന്ത്, മെഷീൻ ലാംഗ്വേജും അതുപോലെ തന്നെ രണ്ടാമത്തെ എന്താണ്, അസംബ്ലി ലാംഗ്വേജും. ഒന്നാമത്തേത് മെഷീൻ ലാംഗ്വേജ്, രണ്ടാമത്തേത് അസംബ്ലി ലാംഗ്വേജ്. ഷോർട്ടായിട്ട് പറയാം. എന്തൊക്കെയാണ് പറഞ്ഞത്? കമ്പ്യൂട്ടർ ലാംഗ്വേജസുകളെ 2ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്? ലോ ലെവൽ ലാംഗ്വേജസ് എന്നും ഹൈ ലെവൽ ലാംഗ്വേജസ് എന്നും അല്ലേ. അതിൽ ലോ ലെവൽ ലാംഗ്വേജസിനെ 2ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്? മെഷീൻ ലാംഗ്വേജ് എന്നും അസംബ്ലി ലാംഗ്വേജ് എന്നും. എന്നാൽ കമ്പ്യൂട്ടറിന് ഡയറക്റ്റ് ആയിട്ട് മനസ്സിലാക്കുന്ന ഏക ഭാഷ എന്ന് പറയുന്നത് എന്താണ്? മെഷീൻ ലാംഗ്വേജ് മാത്രമാണ്. ഓക്കെ, കമ്പ്യൂട്ടറിന് മനസ്സിലാകുന്ന ഏത് ഭാഷ മാത്രമാണ്? മെഷീൻ ലാംഗ്വേജ് മാത്രമാണ്. ഹൈ ലെവൽ ലാംഗ്വേജ് ഡയറക്റ്റ് മനസ്സിലാവില്ല. അതുപോലെ തന്നെ അസംബ്ലി ലാംഗ്വേജും ഡയറക്റ്റ് ആയിട്ട് ആർക്കും മനസ്സിലാവില്ല, കമ്പ്യൂട്ടറിന് മനസ്സിലാവില്ല. അപ്പൊ അതിനൊക്കെ അല്ലേ, അപ്പൊ നമുക്ക് അതിലുപയോഗിക്കുന്ന ഒരു ടൂളുകളാണ് നമ്മൾ കമ്പ്യൂട്ടർ മനസ്സിലാവുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ടൂളുകളാണ് ഏത്? കമ്പൈലറും അതുപോലെ തന്നെ അസംബ്ലറും. അപ്പൊ കമ്പൈലർ എന്ന് പറയുന്നത് എന്താണ്? അതിനു മുമ്പ് എന്താ അസംബ്ലർ പറയാം. എളുപ്പം പഠിക്കാനുള്ളത് അസംബ്ലർ ആദ്യം പഠിക്കാൻ നല്ലത് അല്ലേ. അസംബ്ലർ എന്തിനാ ഉപയോഗിക്കുന്നത്? മെഷീൻ ലാംഗ്വേജിന് എന്താണ്, അഥവാ അസംബ്ലി ലാംഗ്വേജിനെ മെഷീൻ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന ഇതാണ് എന്ത്, അസംബ്ലർ എന്ന് പറയുന്നത്. അസംബ്ലി ലാംഗ്വേജിനെ എന്താണ്, മെഷീൻ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതാണ് അസംബ്ലർ എന്ന് പറയുന്നത്. കാരണം കമ്പ്യൂട്ടറിന് അസംബ്ലി ലാംഗ്വേജ് ഡയറക്റ്റ് ആയിട്ട് മനസ്സിലാവില്ല. കമ്പ്യൂട്ടറിന് മനസ്സിലാകുന്നത് എന്താണ്? മെഷീൻ ലാംഗ്വേജ് മാത്രമാണ്. അപ്പോൾ എന്ത് കൊടുത്താലും, ഹൈ ലെവൽ ലാംഗ്വേജ് കൊടുത്താലും അസംബ്ലി ലാംഗ്വേജ് കൊടുത്താലും ഒക്കെ അതിനെ എന്താക്കി മാറ്റണം? മെഷീൻ ലാംഗ്വേജ് ആക്കി മാറ്റണം. അപ്പൊ അതിനുപയോഗിക്കുന്ന ടൂളുകളാണ് എന്ത്? കമ്പൈലറും അസംബ്ലറും. അപ്പൊ നമ്മൾ ആദ്യം എന്തിനെ കുറിച്ചാണ് പറയുന്നത്? അസംബ്ലറിനെ കുറിച്ചാണ് പറയുന്നത്. അസംബ്ലർ കൺവേർട്സ് അസംബ്ലി ലാംഗ്വേജ് ഇൻ ടു മെഷീൻ ലാംഗ്വേജ് അല്ലെ. അസംബ്ലി ലാംഗ്വേജിനെ മെഷീൻ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതാണ് അല്ലെ. അസംബ്ലി ലാംഗ്വേജിനെ മെഷീൻ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതാണ് അസംബ്ലർ എന്ന് പറയുന്നത്. പഠിക്കാൻ എളുപ്പല്ലേ. അസംബ്ലി ലാംഗ്വേജിനെ എന്താണ്, മെഷീൻ ലാംഗ്വേജിലേക്ക് മാറ്റുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? അസംബ്ലർ എന്ന് പറയുന്നത്. എന്ത് പറയുന്നത്? അസംബ്ലർ എന്ന് പറയുന്നത്. ഇനി വരുന്നതാണ് എന്ത്? കമ്പൈലർ. കമ്പൈലർ എന്താണ്?
ഹൈ ലെവൽ ലാംഗ്വേജസിനെ മെഷീൻ ലാംഗ്വേജിലേക്ക് മാറ്റുന്നതാണ് ഏത്? കമ്പൈലർ എന്ന് പറയുന്നത്. ആകെ പഠിക്കാനുള്ള എന്താണ്? രണ്ടെണ്ണത്തിന് മാറ്റാനുള്ളൂ. ഒന്നെന്താണ്? ഹൈ ലെവൽ ലാംഗ്വേജ്. രണ്ടാമത്തെ എന്താണ്? അസംബ്ലി ലാംഗ്വേജ്. രണ്ട് ലാംഗ്വേജ് ഏതൊക്കെയാണ്? ഇവിടെ മെയിനായിട്ട് എന്താണ്? ഹൈ ലെവൽ ലാംഗ്വേജിന് എന്ത് ചെയ്യണം? മെഷീൻ ലാംഗ്വേജിലേക്ക് മാറ്റണം. അതേപോലെ അസംബ്ലി ലാംഗ്വേജിന് എന്ത് ചെയ്യണം? മെഷീൻ ലാംഗ്വേജിലേക്ക് മാറ്റണം. അപ്പൊ അസംബ്ലി ലാംഗ്വേജിന് മാറ്റുന്നതിന് പറഞ്ഞ പേരാണെന്ത്? അസംബ്ലർ. എന്നാൽ ഹൈ ലെവൽ ലാംഗ്വേജസിനെ മെഷീൻ ലാംഗ്വേജിലേക്ക് മാറ്റുന്നതിന് നമ്മൾ എന്ത് പറയും? കമ്പൈലർ എന്ന് പറയും. സിമ്പിൾ അല്ലേ? ഓക്കെ. അപ്പൊ ഈ ഒരു പോയിന്റ് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ എന്ത് ചെയ്യുക? ഈ പിക്ചർ നിങ്ങൾ കറക്റ്റായിട്ട് വരച്ച് പഠിക്കുക. ഓക്കെ. ഹൈ ലെവൽ ലാംഗ്വേജസിന് എന്ത് ചെയ്യുക? കമ്പൈലറിന്റെ സഹായത്തോട് കൂടിയിട്ടാണ് മെഷീൻ ലാംഗ്വേജ് ആക്കി മാറ്റുന്നത്. കൺവേർട്ട് ചെയ്യുന്നതിന് മുൻപുള്ള പ്രോഗ്രാമിനെ നമ്മൾ എന്ത് പറയും? വോയിസ് പ്രോഗ്രാം എന്ന് പറയും. അതുപോലെ കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം എന്ത് പറയും? ഒബ്ജക്റ്റ് പ്രോഗ്രാം എന്ന് പറയും. എന്ത് പറയും? ഒബ്ജക്റ്റ് പ്രോഗ്രാം എന്ന് പറയും. അതേപോലെ തന്നെ താഴെ നോക്കുക, അസംബ്ലി ലാംഗ്വേജിന് അസംബ്ലറിന്റെ സഹായത്തോട് കൂടിയിട്ടാണ് മെഷീൻ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്. കൺവേർട്ട് ചെയ്യുന്നതിന് മുൻപുള്ള പ്രോഗ്രാമിന് എന്ത് പറയും? സോഴ്സ് പ്രോഗ്രാം എന്ന് പറയും. എന്നാൽ കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമുള്ളതിന് പേര് എന്താ പറയുക? ഒബ്ജക്റ്റ് പ്രോഗ്രാം എന്ന് പറയും. ഇനി നമുക്ക് അടുത്തതായിട്ട് വരുന്നത് എന്താണ്? നമ്മൾ ഒരു ക്വസ്റ്റ്യൻ കഴിഞ്ഞു അല്ലേ? 18ാമത്തെ ചോദ്യത്തിൽ ഒന്നാമത്തെ നമ്മൾ കഴിഞ്ഞു. ഇനി നമ്മൾ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാണ്. അതിന്റെ ആൻസർ വരുന്നത് എന്താണ്? ഹൈ ലെവൽ ലാംഗ്വേജസ് എന്താണെന്നുള്ളതാണ് അല്ലേ? എന്താണ് ഹൈ ലെവൽ ലാംഗ്വേജസ്? ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, കമ്പ്യൂട്ടർ ലാംഗ്വേജസ് രണ്ട് ടൈപ്പ് ഉണ്ട്. ഏതൊക്കെയാണ്? ലോ ലെവൽ ലാംഗ്വേജസ് വരുന്നുണ്ട്, ഹൈ ലെവൽ ലാംഗ്വേജസും വരുന്നുണ്ട്. അതിൽ ലോ ലെവൽ ലാംഗ്വേജസ് രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അതാണെന്ത്? അസംബ്ലി ലാംഗ്വേജും അതുപോലെ തന്നെ രണ്ട് മെഷീൻ ലാംഗ്വേജും. ഓക്കെ. ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഹൈ ലെവൽ ലാംഗ്വേജിനെ കുറിച്ച് മാത്രമാണ്. ഹൈ ലെവൽ ലാംഗ്വേജ് എന്ന് പറയുന്നത് മെഷീൻ ഡിപ്പെൻഡന്റ് അല്ല. എന്താണ്? മാൻ ഡിപ്പെൻഡ് ആണ്. എന്ന് പറഞ്ഞാൽ മാൻ ബേസ്ഡ് ആയിട്ടുള്ള ലാംഗ്വേജ് ആണ് എന്ത്? ഹൈ ലെവൽ ലാംഗ്വേജ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? മനുഷ്യന് അല്ല ഹ്യൂമൻസിന് എന്താണ്? പ്രോഗ്രാമുകൾ എഴുതാനും മനസ്സിലാക്കാനും പഠിക്കാനും ഒക്കെ എളുപ്പമുള്ള ഒരു ലാംഗ്വേജ് ആണ് എന്ത്? ഹൈ ലെവൽ ലാംഗ്വേജസ് എന്ന് പറഞ്ഞത്. അതാണ് നമ്മൾ ഇവിടെ പറയുന്നത്. ഹൈ ലെവൽ ലാംഗ്വേജസ് ആർ കമ്പ്യൂട്ടർ ഇൻഡിപെൻഡന്റ് എന്ന് പറഞ്ഞാൽ മാൻ ഡിപ്പെൻഡന്റ് ആണ്. യെസ്. ആൻഡ് പ്രോഗ്രാമിംഗ് ബിക്കംസ് ക്വൈറ്റ് ഈസി ആൻഡ് സിമ്പിൾ. അപ്പൊ നമുക്ക് പ്രോഗ്രാമിംഗ് ചെയ്യാൻ വളരെ എളുപ്പത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ലാംഗ്വേജ് ആണെന്ത്? ഹൈ ലെവൽ ലാംഗ്വേജ്. ഈ ഹൈ ലെവൽ ലാംഗ്വേജസിൽ നമ്മൾ ഉപയോഗിക്കുന്നത് നോർമൽ ഇംഗ്ലീഷ് ആണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ മനുഷ്യന് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ. എന്നാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മെഷീൻ ലാംഗ്വേജിലൊക്കെ ആണെങ്കിൽ എന്താ ഉപയോഗിക്കുന്നത്? കമ്പ്യൂട്ടറിന്റെ കോഡുകളൊക്കെ ബൈനറി കോഡുകൾ ഉപയോഗിക്കുക, 0, 1 ഒക്കെയാണ്. അപ്പൊ നമുക്കത് പഠിച്ചെടുക്കാനൊക്കെ വളരെ ബുദ്ധിമുട്ടുള്ളതാണ് മെഷീൻ ലാംഗ്വേജ്. കമ്പ്യൂട്ടറിന് നേരിട്ട് മനസ്സിലാകുന്ന ഏക ഭാഷ എന്ന് പറയുന്നത് മെഷീൻ ലാംഗ്വേജ് മാത്രമാണ്. ക്ലിയർ അല്ലേ? അപ്പൊ നമ്മൾ ഹൈ ലെവൽ ലാംഗ്വേജ് പറഞ്ഞാൽ എന്താ പറഞ്ഞത്? നമുക്ക് പ്രോഗ്രാമിംഗ് ചെയ്യാനും അതുപോലെ തന്നെ പഠിക്കാനും ഒക്കെ എളുപ്പമായിട്ടുള്ള ലാംഗ്വേജ് ആണ് ഹൈ ലെവൽ ലാംഗ്വേജ്. അതെന്താണ്? ഹ്യൂമൻ ഡിപ്പെൻഡന്റ് ആണ്. എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ ഇൻഡിപെൻഡന്റ് ആണ്. കമ്പ്യൂട്ടർ ബേസ്ഡ് അല്ല. ഇതെന്താണ്? മാൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ലാംഗ്വേജ് ആണ്. പിന്നെ വരുന്നത് എന്താണ്? ഇവിടെ നമ്മൾ നോർമൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് ആണ് യൂസ് ചെയ്യുന്നത്. പിന്നെ അതിന് എക്സാമ്പിൾസ് ആണ് പറയുന്നത്. ബേസിക്, കോബോള്, ഫോർട്രാൻ ഒക്കെ എന്താണ്? ഹൈ ലെവൽ ലാംഗ്വേജസിന് എക്സാമ്പിൾസ് ആയിട്ടാണ് വരുന്നത്. ഇനി നമുക്ക് നോക്കാനുള്ളത് അടുത്ത ചോദ്യമാണ് വരുന്നത് അല്ലേ? അടുത്ത ചോദ്യം എന്ന് പറയുന്നത് 19ാമത്തെ ചോദ്യമാണ്. 19ാമത്തെ ചോദ്യം കൃത്യമായിട്ട് നിങ്ങൾ വായിച്ചു നോക്കുക. എന്താണ് പറയുന്നത്? സുനീത വാസ് ടീച്ചിങ് അബൌട്ട് പ്രിന്റേഴ്സ് ആൻഡ് ഇറ്റ്സ് ടൈപ്സ് ഇൻ എ കമ്പ്യൂട്ടർ ക്ലാസ്. At the end she asked students following 2 questions. എന്ന് പറയുമ്പോൾ സുനീത ടീച്ചറാണ് ആ കുട്ടികളോട് എന്ത് ചെയ്യുക? 2 ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. ആ ചോദ്യങ്ങൾ ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് എന്താണ്? നെയിം ദ പ്രിന്റർ ടൈപ്പ് വിച്ച് പ്രൊഡ്യൂസസ് ടെക്സ്റ്റ് ബൈ കോമ്പിനേഷൻ ഓഫ് ഡോട്ട്സ് ഓൺ എ പേപ്പർ. പേപ്പറിൽ ഡോട്ടുകളായിട്ട് പ്രിന്റ് ചെയ്യുന്ന പ്രിന്റർ ഏതാണ്? ഡോട്ട് മാറ്റിക്സ് പ്രിന്റർ. ഏതാണ്? ഡോട്ട് മാറ്റിക്സ് പ്രിന്റർ ആണ് ഡോട്ടുകളായിട്ട് പ്രിന്റ് ചെയ്യുന്നത്. പിന്നെ അടുത്ത് എന്താണ്? നെയിം ദ ടൈപ്സ് ഓഫ് പ്രിന്റർ വിച്ച് ഈസ് എക്സ്ട്രീംലി ഫാസ്റ്റ് ബട്ട് വർക്ക്സ് ക്വൈറ്റ്ലി വിത്ത് ഓട്ടോമാറ്റിക് പേപ്പർ ലോഡിങ്. എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ്? ഫാസ്റ്റ് ആയിട്ടുള്ള പ്രിന്റർ. പിന്നെന്താ പറഞ്ഞത്? സൈലന്റ് ആണ്, സൗണ്ട് കൂടുതൽ ഉണ്ടായിരിക്കില്ല. പിന്നെ എന്താണ്? പേപ്പർ, ഓട്ടോമാറ്റിക് പേപ്പർ ലോഡിങ്. ഇത്രയും കാര്യങ്ങളുള്ള പ്രിന്ററിന് പറഞ്ഞ പേരാണെന്ത്? ലേസർ പ്രിന്റർ എന്ന് പറഞ്ഞ പേരാണെന്ത്?
ലേസർ പ്രിന്റർ. അപ്പൊ നമ്മൾ 19ാമത്തെ ചോദ്യം കഴിഞ്ഞു. 19ാമത്തിന് 2 മാർക്കാണ്. ഇനി നമുക്ക് വരുന്നത് എന്താണ്? 20ാമത്തെ ചോദ്യം. 20ാമത്തെ ചോദ്യം വരുന്നത് എന്താണ്? റൈറ്റ് നെയിംസ് ഓഫ് എനി 3 ജനറലൈസ്ഡ് പാക്കേജസ് വിച്ച് ആർ മോസ്റ്റ് കോമൺലി യൂസ്ഡ് എന്ന് പറയുമ്പോൾ ഇവിടെ ഇത് ഏതുമായി ബന്ധപ്പെട്ട ടോപ്പിക്കാണ്? സോഫ്റ്റ്വെയറുമായി ബന്ധപ്പെട്ട ടോപ്പിക്കാണ് അല്ലേ? നമുക്കറിയാം സോഫ്റ്റ്വെയർസ് മെയിനായിട്ട് 2 ടൈപ്പ് ഉണ്ട്. ഏതൊക്കെയാണ്? സിസ്റ്റം സോഫ്റ്റ്വെയർ വരുന്നുണ്ട്, ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ വരുന്നുണ്ട് അല്ലേ? അപ്പോൾ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറിനെ 2ആയി തരംതിരിക്കുന്നുണ്ട്. ഏതൊക്കെയാണത്? കസ്റ്റമൈസറും അതുപോലെ തന്നെ ജനറലൈസ്ഡും. ഏതൊക്കെയാണ്? കസ്റ്റമൈസറും ജനറലൈസ്ഡും. അപ്പോൾ അതിൽ ജനറലൈസറിന് കുറച്ച് എക്സാമ്പിൾസ് എഴുതാനാണ് പറഞ്ഞുള്ളത്. അപ്പോൾ ജനറലൈസറിന് എക്സാമ്പിൾസ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെ എഴുതാം നമുക്ക്? MS വേർഡ് എന്ന് പറഞ്ഞ ഒരു ജനറലൈസ്ഡ് പാക്കേജസ് ആണ്. അതുപോലെ തന്നെ MS Excel ഒരു ജനറലൈസ്ഡ് പാക്കേജസ് ആണ്. MS PowerPoint ഒരു ജനറലൈസ്ഡ് പാക്കേജസ് ആണ്. ഓക്കെ. ഇനി 20ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് അടുത്തതാണ്. 2ാമത്തെ ചോദ്യം എന്താ? റൈറ്റ് എനി 3 ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റംസ് പ്രോഗ്രാംസ് എന്ന് പറയുമ്പോൾ DBMS പ്രോഗ്രാംസ് ഏതൊക്കെയാണുള്ളത് പ്രധാനപ്പെട്ട എഴുതുക. അതൊക്കെ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ 1ാമത്തെ ചാപ്റ്ററിൽ മെൻഷൻ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. MS Access ഒരു ഡാറ്റാബേസ് മാനേജ്മെന്റ് സോഫ്റ്റ്വെയർ ആണ്. MS SQL സെർവർ, ഒറാക്കിൾ 3 ഓക്കെ. അപ്പോൾ നമ്മൾ പറഞ്ഞത് എനി 3 3 തന്നെയാണ് പറഞ്ഞുള്ളത്. അപ്പോൾ അതിന് നമുക്ക് എന്ത് ചെയ്യാം? 3 മാർക്കാണ് വരുന്നത്. ഇത് 4 ക്വസ്റ്റ്യൻ ആണ്. ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി കേട്ടോ. 1ഉം 2ഉം നമ്മൾ പറയുമ്പോൾ 2ഉം പറയുന്നു മാത്രം. നിങ്ങൾ എന്ത് ചെയ്യുക? ഏതെങ്കിലും ഒന്ന് ആൻസർ എഴുതിയാൽ മതി. പഠിക്കുമ്പോൾ എല്ലാം നിങ്ങൾ പഠിച്ചിട്ട് മുന്നേറുക എന്നുള്ളതാണ്. ഇനി അടുത്തത് എന്താണ്? 20 കഴിഞ്ഞു അല്ലേ? 21ാമത്തതാണ് അല്ലേ? 21ാമത്തെ എന്താ പറഞ്ഞത്? റൈറ്റ് ദ സ്റ്റെപ്സ് ടു പ്രിന്റ് ദ അഡ്രസ്സസ് ഡയറക്ട്ലി ഓൺ ദ എൻവലപ്സ് യൂസിങ് മെയിൽ മെർജ്. മെയിൽ മെർജിനുമായി ബന്ധപ്പെട്ടതാണ്. അതിന് കറക്റ്റായിട്ട് നമുക്ക് നോക്കാം. ഇനി അടുത്ത് എന്താണ്? 22 ക്വസ്റ്റ്യന്. വാട്ട് ആർ ദ 3 ഓപ്ഷൻസ് അവൈലബിൾ അണ്ടർ സെലക്ട് സ്റ്റാർട്ടിംഗ് ഡോക്യുമെന്റ് പ്രോസസ് ഇൻ മെയിൽ മെർജ്, എക്സ്പ്ലെയിൻ ബ്രീഫ്ലി. ഇത് രണ്ടും എന്താണ്? മെയിൽ മെർജുമായി ബന്ധപ്പെട്ട ചാപ്റ്ററിൽ പെട്ടതാണ് കേട്ടോ. അപ്പോൾ നമുക്കത് നോക്കാം. ആൻസർ ആയിട്ട് നോക്കാം. 21ാമത്തെ ആൻസർ വരുന്നതാണ്. ഇതേപോലെ അതിൻ്റെ സ്റ്റെപ്സും കാര്യങ്ങളാണ്. ഇത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. നിങ്ങൾക്കത് പാത്ത് നോക്കി എഴുതിയെടുക്കാവുന്നതാണ്. ഓക്കെ. അതിൻ്റെ എന്താണ്? സ്റ്റെപ്സ് ആണ് വരുന്നത് കേട്ടോ. നോട്ട് ചെയ്യാം. അതേപോലെ തന്നെ അടുത്തും എന്താണ്? ഓപ്ഷൻസ് വരുന്നത് അല്ലേ? നമ്മൾ പറഞ്ഞിട്ടുണ്ട് നേരത്തെ പറഞ്ഞ 22ന്റെ ആൻസർ ആണ് ഈ പറഞ്ഞത്. 3 ഓപ്ഷൻസ് ആണ് വരുന്നത്. 3 ഓപ്ഷൻസ് വരുന്നുണ്ട്. അതും നിങ്ങൾ കറക്റ്റായിട്ട് നോട്ട് ചെയ്ത് വെക്കുക. മെയിൽ മെർജിൽ ഡോക്യുമെന്റ് സ്റ്റാർട്ട് ചെയ്യാനുള്ള അതെ നമുക്ക് 3 ഓപ്ഷൻസ് ആണ് വരുന്നത്. ഇനി അടുത്ത 23ാമത്തെ ചോദ്യമാണ്. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. എക്സ്പാൻഡ് ദി ഫോളോവിങ് ടേംസ്. നമുക്ക് അല്ലേ 4 തന്നിട്ടുണ്ട്, 5 തന്നിട്ടുണ്ട്. അതിൽ നമ്മോട് എന്ത് ചെയ്യുക? അതിൻ്റെ ഫുൾ ഫോം എഴുതാനാണ് പറഞ്ഞത്. ABCDE 5 ഐറ്റംസ് തന്നിട്ടുണ്ട്. അതിന് നമുക്ക് എത്ര മാർക്കാണ് വരുന്നത്? 3 മാർക്കാണ് വരുന്നത്. ഇനി 3 എഴുതാനേ പറഞ്ഞിട്ടുള്ളൂ അല്ലേ? ഇനി 3 ആണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് നോക്കാം. നമ്മൾ എഴുതുമ്പോൾ എന്ത് ചെയ്യുക? നമ്മൾ പഠിക്കുമ്പോൾ എന്ത് ചെയ്യുക? 5ഉം പറയാം അല്ലേ? ISP എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ. ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ. അപ്പോൾ നമ്മൾ എഴുതുമ്പോൾ അങ്ങനെ തന്നെ എഴുതണം. ആൻസർ ISP ഐഫോൺ ഇട്ട് എഴുതുക. ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ. PC പേഴ്സണൽ കമ്പ്യൂട്ടർ. ISDN ഇന്റഗ്രേറ്റഡ് സർവീസസ് ഡിജിറ്റൽ നെറ്റ്വർക്ക്. ഇനി അടുത്ത് TCP എന്ന് പറഞ്ഞാൽ എന്താണ്? ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോകോൾ. ഇനി TLD എന്ന് പറഞ്ഞാൽ എന്താണ്? ടോപ്പ് ലെവൽ ഡൊമൈൻ. അപ്പൊ ഇത്ര കാര്യങ്ങൾ ക്ലിയർ അല്ലേ? ഓക്കെ. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് വരുന്നത്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ വരുന്നത്? ഡിഫൈൻ ഓർഗനൈസേഷണൽ ഡൊമൈൻ. വാട്ട് ആർ ഇറ്റ്സ് ടൈപ്സ്? എന്താണ് ഓർഗനൈസേഷണൽ ഡൊമൈൻ എന്താണെന്നുള്ളതും അതിന്റെ ടൈപ്സ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിൽ പല ടൈപ്പ് വരുന്നുണ്ട്. ഒരു ഡൊമൈൻ കണ്ടു കഴിഞ്ഞാൽ അത് ഏത് ഓർഗനൈസേഷൻ ആണെന്നുള്ളത് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു സിസ്റ്റം ഓർഗനൈസ് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ അതാണ് നമ്മൾ 1ാമത്തെ കേസ് പറയുന്നത്. അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് എന്താണ്? ഒരു ഓർഗനൈസേഷന്റെ ഡൊമൈൻ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്ത് മനസ്സിലാവണം? അത് ഏത് ടൈപ്പ് ഓർഗനൈസേഷൻ ആണെന്നുള്ളത് നമുക്ക് മനസ്സിലാവണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഏതൊക്കെ ഓർഗനൈസേഷൻ ഡൊമൈൻസ് നമുക്ക് മെയിൻ ആയിട്ട് വരുന്നത്? .com വരുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ആളുകൾ യൂസ് ചെയ്യുന്നത് .com തന്നെയാണ്. എങ്കിലും നമ്മൾ പറയുമ്പോൾ എന്താണ്?
കൊമേഴ്ഷ്യൽ ഓർഗനൈസേഷൻസിനാണ് എന്ത് ഉപയോഗിക്കുന്നത് .com. നോർമലി എല്ലാ ടൈപ്പ് ഓർഗനൈസേഷനും ഉപയോഗിക്കാറുണ്ട്, എങ്കിലും നമ്മൾ അതിൻ്റെ ടൈപ്സിൻ്റെ കാര്യം പറയുമ്പോൾ കൃത്യമായിട്ട് പറയുമ്പോൾ .com ആരും ഉപയോഗിക്കുന്നത് കൊമേഴ്ഷ്യൽ ഓർഗനൈസേഷൻ ആണ്, കമ്പനീസ് ആണ്, ബിസിനസ് ഓർഗനൈസേഷൻ ആണ് എന്ത് ഉപയോഗിക്കുന്നത് .com ഉപയോഗിക്കുന്നത്. അതിന് ഷോർട്ടാണ് നമ്മൾ കൊമേഴ്ഷ്യൽ എന്നുള്ളതിനാണ് .com. പിന്നെ .org എന്ന് പറഞ്ഞാൽ എന്താണ്, നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആണ്, ലാഭത്തിന് വേണ്ടി അല്ലാതെ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളുടെ ഡൊമൈനാണ് എന്ത് വരുന്നത് .org വരുന്നത്. ഇനി അടുത്ത് .edu എന്ന് പറഞ്ഞാൽ എന്താ, എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. പിന്നെ അടുത്ത് .gov ഗവൺമെന്റ് അല്ലെ, ഗവൺമെന്റ് സൈറ്റുകളാകുമ്പോൾ .gov ഉണ്ടായിരിക്കും, സാധാരണ ഉപയോഗിക്കുന്നത് .gov തന്നെയാണ്. അപ്പോൾ അത് ഗവൺമെന്റ് ഓർഗനൈസേഷൻ ആണെങ്കിൽ .net അഥവാ .net നെറ്റ്വർക്ക് സർവീസ് പ്രൊവൈഡേഴ്സ് ആണ്. .ac അക്കാദമിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് അല്ലെ, യൂണിവേഴ്സിറ്റികളെ ഒക്കെ ഉപയോഗിക്കുന്നത് .ac ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇവിടെ ഒന്നാമത്തെ ചോദ്യം വരുന്നത്. രണ്ടാമത്തെ ചോദ്യം എന്താ വരുന്നത്, എക്സ്പ്ലെയിൻ ഡൊമൈൻ നെയിം സിസ്റ്റം വിത്ത് എക്സാമ്പിൾ. എക്സ്പ്ലെയിൻ ഡൊമൈൻ നെയിം സിസ്റ്റം വിത്ത് എക്സാമ്പിൾ. ഡൊമൈൻ നെയിം എന്താണെന്നുള്ളതും അതിന്റെ എക്സാമ്പിളാണ് നമ്മോട് ചോദിച്ചിട്ടുള്ളത്. ഇത് ലാസ്റ്റ് ചോദ്യമാണ് അല്ലേ. അപ്പൊ എന്താണ് ഡൊമൈൻ നെയിം സിസ്റ്റം എന്ന് പറഞ്ഞാല്, ഡൊമൈൻ നെയിം സിസ്റ്റം ഈസ് എ സിസ്റ്റം ദാറ്റ് ട്രാൻസ്ലേറ്റ്സ് ഹ്യൂമൻ റീഡബിൾ ഡൊമൈൻ നെയിംസ് ലൈക്ക് google.com into IP അഡ്രസ്. ലൈക്ക് ഒരു IP അഡ്രസ് തന്നിട്ടുണ്ട്, സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം എന്താ ഉദ്ദേശിച്ച് വെച്ചാൽ, ഒരു ഡൊമൈൻ നെയിം എന്ത് ചെയ്യുക, ഒരു ഡൊമൈൻ നെയിമിനെ നമ്മൾ എന്തിലേക്ക് മാറ്റുക, ഒരു കമ്പ്യൂട്ടറിന് മനസ്സിലാകുന്ന IP അഡ്രസ്സിലേക്ക് മാറ്റുന്ന ആ സിസ്റ്റത്തിന് പറഞ്ഞ പേരാണ് എന്ത്, ഡൊമൈൻ നെയിം സിസ്റ്റം എന്ന് പറയുന്നത്. എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ ഗൂഗിളിൽ എന്ത് ചെയ്യുക, ഇപ്പോൾ example.com എന്നുള്ളതാണ് ടൈപ്പ് ചെയ്യുന്നതെങ്കിൽ അവിടെ എന്ത് ചെയ്യും, example.com എന്ന് പറഞ്ഞ കമ്പ്യൂട്ടറിന് മനസ്സിലാവില്ല അല്ലേ, സെർവറിന് മനസ്സിലാവുന്നില്ല. അപ്പോൾ അത് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ ഡൊമൈൻ സിസ്റ്റം എന്ത് ചെയ്യുന്നുണ്ട്, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള IP അഡ്രസ്സിലേക്ക് അതിനെ എന്ത് ചെയ്യുന്നുണ്ട്, അതിനെ കൊണ്ടുപോകുന്നുണ്ട് അല്ലേ. അപ്പോൾ കൊണ്ടുപോകണമെങ്കിൽ അവിടെ ഒരു സിസ്റ്റം വർക്ക് ചെയ്യുന്നുണ്ട്, ആ സിസ്റ്റത്തിന് പറഞ്ഞ പേരാണ് എന്ത്, ഡൊമൈൻ നെയിം സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ 24 ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു അല്ലേ. നമ്മൾ 3 വീഡിയോകളിലായിട്ടാണ് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കംപ്ലീറ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ നിങ്ങൾ ഈ 3 വീഡിയോ കൃത്യമായിട്ട് നിങ്ങൾ കാണുക, അതേപോലെ തന്നെ പഠിക്കുക. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.